പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു ചെറിയ സന്ദേശവുമായി ദൈവജനത്തിൻ്റെ മുൻപാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൃപയെ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുക. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും, ഓരോ പ്രതികൂലങ്ങളും ശോധനകളും എല്ലാം നന്മയ്ക്കാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോസേഫ് എന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പനായ യാക്കോബിന് പ്രിയപ്പെട്ട, അപ്പനായ യാക്കോബ് അധികം സ്നേഹിക്കുന്ന അവൻ്റെ ഏറ്റവും ഇളയ മകന യോസേഫ് എന്ന് പറയുന്നത്. ആ ഇളയ മകനായ യോസേഫിനോടുള്ള സ്നേഹം കൊണ്ട് അപ്പൻ അവനൊരു നിലയങ്കിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പന് യോസേഫിനോട് ഭയങ്കര സ്നേഹമാണ്. ഒരിക്കലും ഈ അപ്പൻ തൻ്റെ മകനായ യോസേഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് നീ പോയി വരികയെന്ന് പറഞ്ഞു. അങ്ങനെ യോസേഫ് തൻ്റെ ഭവനത്തിൽ നിന്നിറങ്ങി പുറപ്പെട്ടു. ദോദാനിൽ വെച്ച് തൻ്റെ സഹോദരന്മാരെ അവൻ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുക: ദൂരെ നിന്ന് സഹോദരന്മാർ യോസേഫിനെ കണ്ടപ്പോൾ അവനെ കൊന്നുകളയുവാൻ പ്ലാൻ ചെയ്യുക. കാരണം ഈ സഹോദരന്മാർക്ക് യോസേഫിനോട് ഭയങ്കര പകയാണ്. യോസേഫ് സ്വപ്നം കാണുമായിരുന്നു. ആ സ്വപ്നങ്ങൾ തൻ്റെ സഹോദരന്മാരോട് അവൻ പറയുമായിരുന്നു. അപ്പോൾ ഈ കാരണത്താൽ പിതാവായ അപ്പൻ യോസേഫിനെ സ്നേഹിക്കുമായിരുന്നു. തങ്ങളുടെ കുറവുകൾ അവൻ അപ്പൻ്റെ അടുക്കൽ എത്തിക്കുമായിരുന്നു. ഈ കാരണങ്ങളാൽ സഹോദരന്മാർ യോസേഫിനെ അധികമായി പകയ്ക്കുകയാണ്. അങ്ങനെ 18-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാർ യോസേഫിനെ കൊന്നുകളയുവാൻ പ്ലാൻ ചെയ്യുക. 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർ പറയുകയാണ്, നാം അവനെ കൊന്ന് ഈ മരുഭൂമിയിലുള്ള ഈ കുഴിയിൽ അവനെ ഇട്ടുകളയുക എന്ന് പറയുക. എന്നാൽ ആ ഒരു സാഹചര്യത്തിന്റെ നടുവിലും രൂപൻ എന്താ ചെയ്തെന്നറിയാമോ? സഹോദരന്മാരോട് പറഞ്ഞു, അവനെ കൊല്ലണ്ട, അവനെ ഈ കുഴിയിൽ. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രൂപൻ പറയുകയാണ്, അവനെ നമുക്ക് ഈ കുഴിയിലിട്ട് കളയാം. ഇന്ന് പകൽക്കാലം ദൈവജനം ഈ വചനം ശ്രവിക്കുമ്പോൾ ദൈവജനത്തോടൊന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. സഹോദരന്മാർ യോസേഫിനെ കൊന്നുകളയുവാൻ പ്ലാൻ ചെയ്തിട്ടും, അവനെ ഉപദ്രവിക്കുവാൻ പ്ലാൻ ചെയ്തിട്ടും, അവനെ ഉപദ്രവിപ്പാൻ, അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുവാൻ കർത്താവ് അനുവദിച്ചില്ല. അവനെ ആ പൊട്ടക്കുഴിയിൽ ഇട്ടുകളയുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ഞാനൊന്ന് ചോദിപ്പാൻ ആഗ്രഹിക്കുക. പൗലോസ് എന്താ പറഞ്ഞേ? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. സത്യത്തിൽ എന്തുകൊണ്ടാണ് യോസേഫിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? യോസേഫിന്റെ ദൃഷ്ടിയിൽ ഇതൊക്കെ ഒരു പ്രതികൂലമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇതൊന്നും ഒരു പ്രതികൂലമല്ല, ഇതെല്ലാം നന്മയ്ക്കായിട്ടായിരുന്നു. കാരണം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പരദേശിയായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ചില വാക്കുകളുടെ ഒരു പൂർത്തീകരണം യോസേഫിലൂടെ ദൈവം അവിടെ നിവർത്തിക്കുകയാണ്. അത് ആ സഹോദരന്മാരിലൂടെ ദൈവം അവിടെ ചെയ്തെടുക്കുകയാണ്. ഒടുവിൽ 22-ാമത്തെ വാക്യത്തിൽ യോസേഫിനെ അവർ പിടിച്ച പൊട്ടക്കുഴിയിലിട്ട് കളയുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പൊട്ടക്കുഴി യോസേഫിന്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറിയോ ഇല്ലയോ?
നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. പൊട്ടക്കുഴിയുടെ അനുഭവങ്ങൾ, നിന്ദയുടെ, ശോധനകളുടെ അനുഭവങ്ങളുണ്ട്. അതൊക്കെയും നമ്മളെ തകർത്ത് കളയുവാനല്ല, അതൊക്കെയും നമ്മെ ബലപ്പെടുത്തുവാനാണ്. സഹോദരന്മാർ യോസേഫിന് വിരോധമായി മാറി. അതൊക്കെയും ഒരു പ്രതികൂലത്തിനല്ല, ഒരു പ്രതിസന്ധിക്കല്ല, നമ്മളെ തകർക്കുവാനല്ല, അതൊക്കെയും അനുഗ്രഹത്തിനായി മാറുകയാണ്. ഈ പൊട്ടക്കുഴി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സഹോദരന്മാർ എന്ത് ചെയ്തേനെ? യോസേഫിനെ കൊന്നുകളയുവാനിടയായി തീർന്നേനെ. അങ്ങനെയെങ്കിൽ ഈ പൊട്ടക്കുഴി യോസേഫിന്റെ ജീവിതത്തിന് ഒരനുഗ്രഹമായി മാറിയില്ലേ? മരണത്തിൽ നിന്ന് ആ കൊന്നുകളയുവാൻ സഹോദരന്മാര് തീരുമാനിച്ചപ്പോൾ ഈ പൊട്ടക്കുഴി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതവന്റെ ജീവിതത്തിന് ഒരനുഗ്രഹത്തിന്, ഒരു ബ്ലെസ്സിങ്സിന് കാരണമായി മാറിയില്ലേ? യോസേഫിനെ പറ്റി മുമ്പോട്ട് നമുക്ക് പഠിക്കുമ്പോൾ അറിയാം, ആ പ്രതിസന്ധിയിലൂടെ എല്ലാം അവൻ കടന്നുപോയി. ഒടുവിൽ മിസ്രൈമിന്റെ മന്ത്രിസ്ഥാനത്ത് യോസേഫിനെ ദൈവം ആക്കി മാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവജനം ശ്രവിക്കുമ്പോൾ ഒന്ന് നമ്മൾ തിരിച്ചറിയണം, ഒരു പ്രതിസന്ധിയും ഒരു പ്രതികൂലവും ഒരു ശോധനയും എന്നെ തകർക്കുവാനല്ല. പൗലോസ് വിളിച്ചു പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പലകാലം സകലതും നന്മയ്ക്കായി മാറ്റുന്ന ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.